ഹെഡ്സെറ്റും വെച്ച് സോങ് ആസ്വദിച്ച് കിടക്കുകയാണ് അച്ചു. ആദ്യം കുഴപ്പമൊന്നുമില്ലാതെ കിടന്ന കൊച്ചിന് മുഖത്താകെ നീറ്റൽ പോലെ തോന്നി. പെട്ടെന്ന് തന്നെ അത് ചൊറിച്ചിലുമായി. മോശം, ഇതെന്ത് ഇങ്ങനെ? കലി കയറി അവൾ മുഖമാകെ തുടച്ചു. ഒട്ടും സഹിക്കാൻ കഴിയാതെ കൈ കഴിച്ചു. പെട്ടെന്നാണ് വയറിൽ ഒരു കൊളുത്തുപിളി പോലെ തോന്നിയത്. മമ്മ! അതും വിളിച്ചുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് ഓടി. ഏറെ നേര ശേഷം അവശയായി തിരികെ ഇറങ്ങുമ്പോൾ ചൊറിഞ്ഞ് മുഖമാകെ ചുവന്ന് നീരുവെച്ചതുപോലെ ആയിരുന്നു. വയറുവേദനയും ചൊറിച്ചിലും കാരണം അസഹ്യമായ ക്ഷീണത്തോടെ അവൾ ബെഡിലേക്ക് വീണു. ഓ ഗോഡ്! ഒരു കൈ വയറിലും മറുകൈ കൊണ്ട് മുഖം ചൊറിഞ്ഞു. ഒട്ടും സഹിക്കവയ്യാതെ അവൾ റൂമിലൂടെ പരക്കം പാഞ്ഞു. അവസാനം തളർച്ചയോടെ കട്ടിലേക്ക് വീഴാൻ ആഞ്ഞപ്പോഴാണ് വീണ്ടും ബാത്റൂമിലേക്ക് ഓടിയത്. നേരം പുലരുവോളം ഇതുതന്നെയായിരുന്നു. അവസാനം ഇനി ഒട്ടും പറ്റില്ലെന്നായപ്പോൾ അവൾ കരഞ്ഞോട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. നേരെ പോയത് ആദിയുടെ റൂമിലേക്ക്. ആദി! ഡോറിൽ തട്ടി വിളിച്ചു നോക്കി അവൾ. പക്ഷേ ആര് കേൾക്കാൻ? ഒടുക്കം സൈകെട്ട് റാണിയുടെ റൂമിലേക്ക് പോയി വിളിച്ചു. മമ്മി, ഡാഡി! തുടരെ ഡോറിൽ തട്ടുകേട്ടാണ് റാണി ഉണർന്നത്. ഈ നേരത്ത് ആരാണാവോ? ശല്യം! അതും പെരുമ്പുറത്ത് അവർ ഡോറ് തുറന്നു. തലമുടി പാറി പറന്ന് മുഖമെല്ലാം ചുവന്ന് വീർത്ത് കെട്ടിയ കൈകൾ കൊണ്ട് മുഖം മാന്തി പൊളിക്കുന്ന ഒരു രൂപം. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രം. ചേട്ടാ! അലറി വിളിച്ചവർ ബെഡിൽ സുഖശൈലിയായിരുന്ന സുരേഷിൻ്റെ മേത്തേക്ക് ഓടിച്ചെന്ന് ഡൈവ് ചെയ്ത പോലെ റാണി വീണപ്പോൾ ഉറക്കത്തിൽ എന്തോ ഭാരം മേത്തേക്ക് വീണതറിഞ്ഞ് സുരേഷ് ഞെട്ടി ഉണർന്നു. എഴുന്നേൽക്കാനാഞ്ഞതും രണ്ടും കൂടെ ഉരുണ്ട് താഴേക്ക് വീണു. ശുഭം! ഒരൊറ്റ സെക്കൻഡിൽ നടന്നതുകൊണ്ട് ചൊറിയാൻ വരെ മറന്ന പോലെ നിന്നുപോയി അച്ചു. മമ്മ! വെള്ളിയും വെളിവാടും വീണ കൊച്ച് നിറവിളിച്ചുകൊണ്ട് അവർക്കടുത്തേക്ക് ഓടി. ഫ! ഒരൊറ്റ ആട്ടായിരുന്നു റാണി. ആരോടി നിന്റെ മമ്മി? ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളുന്ന റാണിയെ ദയനീയമായി നോക്കി അച്ചു. പപ്പ, ഇത് ഞാനാ അച്ചു. അവളുടെ ശബ്ദമറിഞ്ഞ് സുരേഷ് ചാടിപ്പിഴഞ്ഞെഴുന്നേറ്റു. അയ്യോ മോളെ, ഇതെന്ത് പറ്റിയതാ? അവളുടെ മുഖത്ത് ഭയത്തോടെ നോക്കി അയാൾ ചോദിച്ചു. അറിയില്ല പപ്പേ, ഒടുക്കത്തെ വയറുവേദനയും. ഇനിയും എനിക്ക് പറ്റില്ല. എന്നെ ഇപ്പോൾ ഹോസ്പിറ്റൽ കൊണ്ടുപോകണം. ഇല്ലേ ഞാൻ ചത്തുപോകും. ആവശ്യതയുടെ അങ്ങേയറ്റമായിരുന്നു അവൾ. എന്നാൽ പിന്നെ ആദിയെ വിളിക്ക്. അപ്പം നിനക്ക് അവൻ്റെ കൂടെ കുറച്ച് ടൈം കിട്ടും. റാണിയുടെയാണ് ഈ മഹത്തായ ഐഡിയ. ഓ, ഞാൻ അവനെ വിളിച്ചു നോക്കി, പക്ഷേ ഡോറ് തുറക്കുന്നില്ല. പപ്പ, എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നുക. എന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയില്ലേ, കൊല്ലും ഞാൻ എല്ലാത്തിനെയും. മുഖമൊക്കെ മാന്തി പൊളിച്ചലറുന്നവളെ ഭയത്തോടെ നോക്കി റാണി. ഇനിയും നിന്ന കാര്യം വഷളാകുമെന്ന് മനസ്സിലാക്കി അപ്പോൾ തന്നെ സുരേഷ് അച്ചുവിനെയും കൂട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക്. കഴുത്തിൽ ഇളം ചൂട് പോലെ തോന്നിയതാണ് ആദ്യ ഉറക്കമുണർന്നത്. കണ്ണൊന്ന് തിരുമ്മി അവൻ നെഞ്ചിലേക്ക് നോക്കി. ബാൽക്കണിയിലെ ചെറിയ തണുപ്പ് കാരണം ജാനു അവൻ്റെ കഴുത്തിൽ ഇടയ്ക്കിടെ മുഖം ഉരുമുന്നുണ്ട്. അവളുടെ നിഷ്കളങ്കമായ മുഖം കാണി അവൻ പ്രണയത്തോടെ അവളെ നോക്കി. പിന്നെ ചിരിയോടെ മാറിക്കിടന്നിരുന്ന് കംഫർട്ട് എടുത്ത് നന്നായി പുതപ്പിച്ചു കൊടുത്തു. ചെറു ചൂട് കിട്ടിയപ്പോൾ ജാനു ശാന്തമായി. അവളുടെ മുടിയിഴകളെ മാടിയൊതുക്കി അവൻ കൈയെത്തിച്ച് ഫോണെടുത്തു. ടൈം 5 കണ്ട് പിന്നീട് കിടക്കാൻ നിൽക്കാതെ വർക്കൗട്ടിനായി എഴുന്നേറ്റു. അടയും ചക്കരയും പോലെ ചുറ്റിപ്പിടിഞ്ഞ് കിടക്കുന്ന ആരവിൻ ലക്കിക്കും പുതപ്പിച്ചവൻ എഴുന്നേറ്റു. മോർണിംഗ് 7:30 തന്നെ ചിത്രാമ്മയും മുത്തുവും എത്തിയിരുന്നു. കോമൺ ഹാളിലായി ആദ്യ ചിത്രാമ്മ, ലക്കി, ആരു, മുത്തു, ഐഷുവുമുണ്ട്. എന്നാലും റാണിയും അച്ചുവുമൊക്കെ എവിടെ പോയി? മുത്തുവിൻ്റെ ആയിരുന്നു ചോദ്യം. ആർക്കറിയാം? അവർ വരുന്നതും പോകുന്നതും ഒന്നും ആർക്കും അറിയാൻ കഴിയില്ലല്ലോ. ഐഷുവിൻ്റെ സ്വരത്തിൽ അവരോടുള്ള അനിഷ്ടം വ്യക്തമായിരുന്നു. എന്നാൽ ലക്കിയും ആരുവും തങ്ങളുടെ പണിയേറ്റു എന്നറിഞ്ഞ സന്തോഷത്തിലായിരുന്നു. അല്ല, ജാനു എവിടെ? അവിടെ കണ്ണോടിച്ചു നോക്കിയ ചിത്രാമ്മ ചോദിച്ചു. ഏട്ടത്തി ഇന്ന് തൊട്ട് ഓഫീസിൽ പോകുമല്ലേ? അതുമാത്രമല്ല, ഏട്ടത്തിക്ക് ഇന്ന് രാവിലെ ഇവിടെയുള്ള ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പം കിച്ചുവേട്ടനുമായി ക്ഷേത്രത്തിൽ പോയിരിക്കുക. ആരുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോഴാണ് ആദ്യം അങ്ങനെ ഒരു കാര്യം ഓർത്തത് തന്നെ. ഡാമിറ്റ്! അവൾക്കൊപ്പം പോകാൻ പറ്റിയ ചാൻസ് ആയിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കൊണ്ടുപോകില്ല എന്ന് കരുതിയിട്ടാകും അവൾ സായിയെ വിളിച്ചത്. ഇന്ന് മുതൽ അവൾ ഓഫീസിൽ വരുമെന്നല്ലേ? അപ്പോൾ ഇനി മുതൽ ഫുൾ ടൈം അവൾ എനിക്ക് മുന്നിൽ കാണുമല്ലോ. അതോർക്കെ അവൻ്റെ മുഖത്ത് ഒരു കള്ളച്ചിരി പടർന്നു. പക്ഷേ പാവം രാവണൻ അറിഞ്ഞില്ല താൻ തനിക്കുള്ള പണി ഒരുക്കുവാണെന്ന്. അമ്മ! ജാനുവിൻ്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ആദിയുടെ ശ്രദ്ധ സ്റ്റെയർ ഓടി കയറുന്ന ജാനുവിൽ പതിഞ്ഞു. അവൻ്റെ മിഴികൾ വിടർന്നു. കസവ് മോഡൽ കുർത്തയും അതിലേക്ക് ഗോൾഡൻ പാൻറ്റും, വൺ സൈഡായി പ്ലെയിൻ ഗോൾഡൻ ദുപ്പട്ട വിടർത്തിയിട്ടുണ്ട്.
ഇടുപ്പോളമുള്ള മുടി ഒന്നാകെ മെടഞ്ഞിട്ടതിൽ ചുറ്റുമുല്ലപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നീട്ടിയെഴുതിയ കരിമഷി കണ്ണുകളിൽ ചിത്രാമ്മയെ കണ്ട ആകാംക്ഷ തെളിഞ്ഞിരിക്കുന്നു. ഇളം പിങ്ക് ചുണ്ടുകളിൽ ന്യൂഡ് പിങ്ക് ഷെയ്ഡ് ലിബാം ഉപയോഗിച്ചിട്ടുണ്ട്. നെറ്റിയിൽ ചന്ദനവും സിന്ദൂരവും കൊണ്ടുള്ള ചെറിയ കുറി. ഇടത് കൈയിൽ വാച്ച് ധരിച്ചിട്ടുണ്ട്. വലത് കൈയിലായി ഒരു സിമ്പിൾ ബ്രേസ്ലെറ്റും. മാറിലായി പതിഞ്ഞു കിടക്കുന്ന താലി കൂടാതെ കഴുത്തിൽ ചോക്കർ പോലൊരു സിമ്പിൾ ചെയിനും. എല്ലാത്തിനുമുപരി സീമന്തരേഖയിൽ പടർന്നിരിക്കുന്ന സിന്ദൂരം അവളിലെ ഭംഗിയെ വർദ്ധിപ്പിക്കുന്നുണ്ടായിരുന്നു. ആദ്യ തൻ്റെ മിഴികൾ ജാനുവിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയാതെ നിന്നു. അവളെ മാത്രമേ അവന് കാണാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. അവളെ മാത്രം. മോളെ. ചിത്രാമ്മയുടെ വിളി കേട്ട് ആദ്യ പാടുപെട്ട് അവളിൽ നിന്നും മിഴികൾ പിൻവാങ്ങി. ജാനു ഓടി വന്നവരെ പുണർന്നു. അമ്മ ഇന്ന് വരുമെന്ന് പറഞ്ഞില്ല, മുത്തുവും ഒന്നും പറഞ്ഞില്ലല്ലോ. പരിഭവത്തോടെ ഇരുവരെയും നോക്കി അവൾ. അതിനെന്താ, ഇപ്പൊ സർപ്രൈസ് ആയില്ലേ നീ? ചിത്രാമ്മ ചിരിയോടെ പറഞ്ഞു. ജാനുസേ. ഐഷുവിൻ്റെ വിളി കേട്ട് ജാനു തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും അവർ അവളെ ഒഴിഞ്ഞിട്ടിരുന്നു. എൻ്റെ മോൾക്ക് ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ. അവളുടെ ചെവിക്ക് പിറകിലായി അല്പം കരിമഷി തൊട്ടുകൊടുത്തു ഐഷു. ഇനി വായു, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, എനിക്ക് വിശക്കുന്നു. ചുണ്ടു ചുളുക്കിയ ആരുവിൻ്റെ പറച്ചിൽ ചിരിയോടെ എല്ലാവരും അകത്തേക്ക് നടന്നു, ആദിയും ജാനുവും ഒഴികെ. എന്താണ് രാവണ, ഒരു വശപ്പിശക് പിടിച്ച നോട്ടം? പിരിക ഉയർത്തി ചോദിക്കുന്നവളെ നെഞ്ചോട് അമർത്തി പിടിക്കാൻ തോന്നിയെങ്കിലും ഉള്ളിലുള്ളത് അടക്കി അവളെ തറപ്പിച്ചു നോക്കി അവൻ. ഹോ, അങ്ങനെ തോന്നിയോ? എന്നാ കേട്ടോ, ഓഫീസിലേക്ക് വന്നു തുടങ്ങുവല്ലേ എൻ്റെ PA. ഇനി കുറച്ച് വെള്ളം കുടിപ്പിക്കും ഞാൻ. പുച്ഛത്തോടെ പറയുന്നവനെ ചുണ്ടുകോട്ടി നോക്കി അവള്. ആഹാ, എൻ്റെ രാവണൻ കളത്തിലിറങ്ങാൻ തീരുമാനിച്ചുവല്ലേ? നല്ലത്, വളരെ നല്ലത്. അപ്പം മോനെ രാവണ, ഒന്നോർത്തോ, ഞാൻ സീതയല്ല, ജാനകിയാണ്. ഈ രാവണന് നേർക്ക് നേരെ നിൽക്കാനുള്ള ഗഡ്സൊക്കെയുണ്ട് ജാനകിക്ക്. ഈ വേഷവും കുറിയുമൊക്കെ കണ്ടിട്ട് പാവം മിണ്ടാപ്പൂച്ചയാണെന്ന് കരുതിയെങ്കിൽ സോറി, ഇതേ ഐറ്റം വേറെയാണ്. അപ്പം നമുക്ക് കാണാം. ജാനു അവനെ നോക്കി കണ്ണുറുക്കി അകത്തേക്ക് പോയപ്പോൾ ആദിയുടെ മുഖത്ത് കുസൃതി ചിരി വിരിഞ്ഞു. ഓഹോ, അപ്പം എൻ്റെ മോള് തയ്യാറായി വരികയാണല്ലേ? ദാറ്റ്സ് വാട്ട് ഐ നീഡ്. ഉള്ളാലെ പറഞ്ഞുകൊണ്ടവൻ അകത്തേക്ക് നടന്നു. ഫുഡ് കഴിച്ച് ഓഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കുവാണ് ആദി. എന്താ ചിത്രാമ്മ, നീയും കിച്ചു ഓഫീസിലേക്കല്ലേ? അതെ. ഒരു കാര്യം ജാനു നിങ്ങൾക്കൊപ്പം വരട്ടെ. അത് എന്ത് പറയുമെന്നറിയാതെ ആദി സായിയെ നോക്കി. അത് പിന്നെ ചിത്രാമ്മ, ജാനുവിൻ്റെ കാര്യം ഓഫീസിൽ ആർക്കും അറിയില്ലല്ലോ. അതുമല്ല, ഓഫീസിൽ മാരേജ് പാർട്ടി വെച്ചിട്ടുമില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതല്ലേ നല്ലത്. കിച്ചുമോൻ പറഞ്ഞതാ ശരി, അവരുടെ മാരേജ് പാർട്ടി കഴിയട്ടെ. ഇല്ലേൽ ഇനി വേറെ പലതും കേൾക്കേണ്ടി വരും. മുത്തുവിൻ്റെ വാക്കുകൾ പിന്തുണച്ച ഐഷുവും മറ്റും. എങ്കിൽ അങ്ങനെ ആവട്ടെ. ആദി, കിച്ചു, നിങ്ങളുടെ അർജൻറ്റ് വർക്കൊക്കെ കഴിഞ്ഞ് ഉടൻ തന്നെ ഒരു പാർട്ടി വെക്കണം. അത് നമുക്ക് ചെയ്യാം. ഒരേ സമയം കാറിൻ്റെയും സ്കൂട്ടിയുടെയും ശബ്ദം കേട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി. കാറിൽ നിന്നും അച്ചുവിനെ താങ്ങി പിടിച്ചിറങ്ങുന്ന റാണിയെ സംശയത്തോടെ ആദിയും മറ്റും നോക്കുമ്പോൾ സായി ലക്കിയെയും ജാനുവിനെയും ആരുവിനെയും ഒന്ന് നോക്കി. മൂന്നും അച്ചുവിനെ നോക്കി ചിരി കടിച്ചു പിടിച്ച് നിൽക്കുന്നത് കാണി അവന് ചിരി വരുന്നുണ്ടായിരുന്നു. അന്നേരമാണ് അവർക്ക് പുറകിലായി നിൽക്കുന്ന അഞ്ജുവിനെ എല്ലാവരും കണ്ടത്. മോളി അഞ്ജു. അച്ചുവിനെ ശ്രദ്ധിക്കാതെ എല്ലാവരും അഞ്ജുവിനെ വിളിച്ചത് കാണി സുരേഷിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. റാണി പല്ലുകടിച്ച് എല്ലാവരെയും മാറി മാറി നോക്കി. പാവം അച്ചുവാണിൽ എവിടെയെങ്കിലും ഒന്ന് ചാഞ്ഞാൽ മതി എന്ന അവസ്ഥയിൽ ആയതിനാൽ ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധയിൽ നിന്നില്ല. അഞ്ജു ചിരിയോടെ എല്ലാവരെയും നോക്കി അച്ചുവിനെ മറികടന്ന് അകത്തേക്ക് കയറി. അപ്പം ഇതാണ് ജാനുവിൻ്റെ അഞ്ജു. ചിത്രാമ്മ അവളെ നോക്കി പറഞ്ഞു. അവൾ ചിരിയോടെ തലയാട്ടി. ഓയ് മുത്തൂസേ. കുസൃതിയോടെ അഞ്ജു വിളിച്ചപ്പോൾ അവളെ നോക്കി കണ്ണുറുക്കി മുത്തു. എല്ലാം കണ്ട് കലിതുള്ളി സുരേഷും റാണിയും അച്ചുവിനെ അകത്തേക്ക് പിടിച്ചു കയറ്റി. അപ്പോഴാണ് എല്ലാവരും മൂവരെയും ശ്രദ്ധിക്കുന്നത് തന്നെ. നേരം വെളുത്തപ്പോൾ തന്നെ എങ്ങോട്ടാണ് പോയിട്ടുള്ള വരവാ? മുത്തുവിൻ്റെ ചോദ്യത്തിന് തറുതലയായി റാണി എന്തോ പറയാൻ ആഞ്ഞെങ്കിലും ചിത്രയെ കണ്ട് പറയാൻ വന്നത് വിഴുങ്ങി. അത് അച്ചുമോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വരുന്ന വഴിയാണ്. അവൾക്കെന്ത് പറ്റി? മുത്തുവിന് മുന്നേ ചിത്ര ചോദിച്ചിരുന്നു. ഫുഡ് പോയ്സൺ, അനിഷ്ടത്തോടെ റാണി പറഞ്ഞു. അതിന് പ്രത്യേകിച്ച് എന്ത് ഫുഡാണ് അവൾ കഴിച്ചത്? ഇത്തവണ ചോദ്യം ആദിയുടേതായിരുന്നു. കണ്ടോ അങ്ങേരുടെ വെപ്രാളം കണ്ടോ? നമ്മളൊക്കെ ഇവിടെ ചാവാൻ കിടന്നാൽ പോലും തിരിഞ്ഞു നോക്കൂല. അഞ്ജുവിൻ്റെ ചെവിയിലായി ജാനു പറഞ്ഞു. എരിഞ്ഞു കയറുന്നുണ്ടല്ലേ നല്ലോണം.
അവൾ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല മോനെ. എന്നും കുടിക്കുന്നത് പോലെ നൈറ്റ് ഒരു ഗ്ലാസ് പാല് കുടിച്ചു. അതിൽ പിന്നെയാണ് ഇങ്ങനെ. ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇവളായിരിക്കും ഈ വലിഞ്ഞു കയറി വന്ന പെണ്ണ്. എൻ്റെ മോൾക്ക് പാലിൽ എന്തെങ്കിലും കലക്കി കൊടുത്തിട്ടുണ്ടാകുമായിരിക്കും. ജാനുവിന് നേരെ ചീറിക്കൊണ്ട് റാണി പറഞ്ഞു. എല്ലാവരും ഞെട്ടലോടെ പരസ്പരം നോക്കി. ആദിയുടെ മുഖം വലിഞ്ഞു മുറുകി. പക്ഷേ എന്തെങ്കിലും എതിർത്ത് പറയാൻ അവന് കഴിയില്ലായിരുന്നു. അവൻ സായിയുടെ കയ്യിൽ ഞെരിച്ചമർത്തി. വിടട കോപ്പേ. ആദിയുടെ കാലിൽ ചവിട്ടി പിടിച്ച് സായി ഞരങ്ങി. ദേ തള്ളി, വെറുതെ അവളുടെ മെക്കെട്ട് കയറാൻ നിൽക്കണ്ട. നിങ്ങൾ കണ്ടോ ഇവള് പാലിൽ വല്ലതും കലക്കുന്നത്? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇല്ലാത്ത കാര്യത്തിന് അവൾക്ക് മേൽ കുതിര കയറാൻ നിൽക്കണ്ട. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് റാണിയെ വാക്കുകളാൽ ഒതുക്കി അഞ്ജു. അത് തന്നെ, അപ്പച്ചിക്ക് ജാനുവിനോട് ദേഷ്യമുണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്ന് കരുതരുത്. അഞ്ജുവിനെ പിന്താങ്ങിലേക്ക് കൂടെ പറഞ്ഞപ്പോൾ ഉത്തരം കിട്ടാതെ പോയി റാണിക്കും സുരേഷിനും. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ആദിയെ നോക്കി മറ്റാരും കേൾക്കാതെ സായി ചോദിച്ചു. അഞ്ജു മോള് പൊളിച്ചടാ. മതി മതി, അവള് വല്ല വട്ടത്തരവും വിളിച്ചു പറഞ്ഞെന്ന് കരുതി ഇനിയൊരു വഴക്ക് വേണ്ട. പ്രശ്നമാകാതെ ഒഴിഞ്ഞു പോകാനെന്ന രീതിയിൽ റാണിയെ കാട്ടി മുത്തു പറഞ്ഞു. എല്ലാം കൊണ്ടും തൃപ്തിയായി സുരേഷും റാണിയും അച്ചുവിനെ പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോകാനായി തിരിഞ്ഞതും ഒന്ന് നിന്നേ. ചിത്രാമ്മയുടെ ശബ്ദം അവിടെ ഉയർന്നു. എന്തെന്ന രീതിയിൽ എല്ലാവരും ചിത്രാമ്മയെ നോക്കി. ഇപ്പം പറഞ്ഞ് ഇനി ഒരിക്കൽ കൂടി ജാനിയുടെ നേർക്ക് ഇത്തരം വാക്കുകൾ നിന്നിൽ നിന്നും വന്ന ഓർത്തോ, നിന്റെ മൂക്കമടക്കി ഒന്ന് തരാൻ എനിക്ക് ആരുടെയും അനുവാദം വേണ്ട. പിന്നെ ഒന്നുകൂടെ, ജാനു ഈ വീട്ടിൽ വലിഞ്ഞു കയറി വന്നതല്ല. എല്ലാ ചടങ്ങുകൾ പൂർത്തിയാക്കി എല്ലാവിധ അധികാരത്തോടെയും ആദിയുടെ ഭാര്യയായി അവൻ്റെ കൈകോർത്ത് ഈ വീടിൻ്റെ മൂത്ത മരുമകളായി കയറി വന്നതാണ്. അതിടയ്ക്കിടെ ഒന്നോർക്കുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും. ആദ്യം റാണിയെയും സുരേഷിനെയും നോക്കി അവസാനം ആദിയെ തറപ്പിച്ചു നോക്കി ചിത്രാമ്മ പറഞ്ഞു. ആ നോട്ടം ഇത്രയും നടന്നിട്ടും താനൊന്നും പ്രതികരിക്കാത്തതിൻ്റെ ആമർശമാണെന്ന് അവന് മനസ്സിലായി. ചിത്രാമ്മയോട് വാദിച്ചു ജയിക്കാൻ കഴിയില്ല എന്നതിനാൽ റാണിയും സുരേഷും മൗനം പാലിച്ചകത്തേക്ക് പോയി. അഞ്ജു, മോള് കയറി വാ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം. വേണ്ട ആൻറ്റി, ഞാൻ കഴിച്ചിട്ടിറങ്ങിയ. ജാനുവുമായി ഒരുമിച്ച് പോകാമെന്ന് കരുതിയാ ഞാൻ വന്നത്. ഐഷുവിൻ്റെ ക്ഷണം സ്നേഹത്തോടെ നിരസിച്ചു അഞ്ജു. 9:30 ആകാറായല്ലോ, നിങ്ങൾ ഇറങ്ങിക്കോ. മുത്തുവാണ് പറഞ്ഞത്. ഞാൻ പോകാനിറങ്ങിയതാ, പോയിട്ട് വരാം. ഏട്ടാ, ഞാനും എന്നെ കൂടെ ഡ്രോപ്പ് ചെയ്യ്. അപ്പം ഞാൻ പോവാണേ. ലക്കിക്കൊപ്പം എല്ലാവരോടും പറഞ്ഞ ആരും ഇറങ്ങി. സായ്, നീ കാറെടുക്ക്, അപ്പോഴേക്കും ഞാൻ വരാം. ആദ്യ അകത്തേക്കും സായി പുറത്തേക്കും പോയി. അഞ്ജു, ഞാൻ പോയി ബാഗ് എടുത്തിട്ട് വരാം. അഞ്ജുവിനോട് പറഞ്ഞ് അകത്തേക്ക് കയറിയ ജാനു തിരികെ വന്നു. ലവ് യു അമ്മ. ചിത്രയുടെ കവളിൽ അമർത്തിമുത്തി തിരിഞ്ഞോടി. മുത്തുവും അഞ്ജുവും ചിരിയോടെ നോക്കി നിന്നു. ലക്ഷ്മി, രാവിലെ വിളിച്ചിരുന്നു. അല്ല, ആരിത് മീരയോ? നിങ്ങളെപ്പോൾ എത്തി? ഇന്ന് രാവിലെ. അഞ്ജുമോളെ, സുഖാണോ? സുഖം. ഭാവി അമ്മായിമ്മയല്ലേ, അപ്പോൾ അമ്മ മതി. ആത്മാവ് പഞ്ചു. റൂമിലേക്ക് ഓടിക്കയറി ജാനു തിടുക്കത്തിൽ പുറത്തേക്ക് വന്ന ആദിയുമായി കൂട്ടിമുട്ടി. എവിടെ നോക്കിയാടി നടക്കുന്നേ? അവളെ കലിപ്പിച്ച് നോക്കി അവൻ ചോദിച്ചപ്പോൾ മുഖം കൂട്ടി ജാനു. അല്ലെങ്കിലും എൻ്റെ മെക്കിട്ടു കയറാൻ നല്ല കഴിവാണല്ലോ, ജാനു മനസ്സിലോർത്തു. മാറങ്ങോട്ട്. കലിപ്പിച്ച് നോക്കി അവനെ തട്ടിമാറ്റി അവൾ അകത്തേക്ക് കയറി. ഇതെന്താ ഇങ്ങനെ? അവൻ ആലോചിക്കാതിരുന്നില്ല. വേറെന്തേലും പ്രതീക്ഷിച്ചോ? പതിയെ ഇങ്ങ് പോരെ.